ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ദുൽഖർ സൽമാന്റെ പക്കൽ കൂടുതൽ ഭൂട്ടാൻ വാഹനങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറെ ചോദ്യം ചെയ്തത്. താൻ നിയമവിധേയമായാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നും കള്ളക്കടത്തായി എത്തിച്ചതാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. ഭൂട്ടാൻ കാർ ഇറക്കുമതി കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാനെ വീണ്ടും വിശദീകരണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ദുൽഖറിൻ്റെ പക്കൽ ഇനിയും വാഹനങ്ങളുണ്ട് എന്നൊരു നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. ദുൽഖറിൻ്റെ പക്കൽ നിന്ന് നേരത്തെ നൽകിയ വിവരങ്ങൾ പ്രകാരം കസ്റ്റംസ് പിടിച്ചെടുത്തത് 4 വാഹനങ്ങളായിരുന്നു. വിവിധ കമ്പനികളുടേതായിട്ടുള്ള 4 വാഹനങ്ങളായിരുന്നു പിടിച്ചെടുത്തിരുന്നത്. എന്നാൽ ഇതിനപ്പുറം വാഹനങ്ങൾ ഉണ്ട് എന്ന രീതിയിലാണ് കസ്റ്റംസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലുള്ള വസതികളിലടക്കം ഒരു പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷന് മുമ്പാകെ ഹാജരായ ദുൽഖർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തനിക്ക് ഈ വാഹനങ്ങൾ എത്തിച്ചത് അല്ലെങ്കിൽ താൻ വാങ്ങിയത് ഇടനിലക്കാരിൽ നിന്നുമാണ് താൻ വാങ്ങിയത്. തനിക്ക് ഈ വാഹനങ്ങളുടേതായ എല്ലാവിധ രേഖകളും അവർ തനിക്ക് കൈമാറിയിരുന്നു, അത് പരിശോധിച്ചിരുന്നു, പണം നൽകിയാണ് വാങ്ങിയത്. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും നിയമപരമായുള്ള ഒരു ഇടപാടുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് ദുൽഖറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദുൽഖർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. മറ്റ് ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നതാണെന്നോ അതിനു മുൻപുള്ള അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല. അവർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് തനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവർ മറ്റ് പലർക്കുമായിട്ട് വാഹനങ്ങൾ നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസ്യതയിൽ തന്നെയാണ് താൻ അവരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തെ മറികടന്നുകൊണ്ട് താൻ ഒന്നും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ദുൽഖറിൻ്റെ മൊഴി ഇക്കാര്യത്തിൽ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. നേരത്തെ വാഹനങ്ങൾ ദുൽഖറിൻ്റെ പക്കൽ നിന്നടക്കം വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയും പിന്നീട് അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ദുൽഖർ കോടതിയെ തന്നെ സമീപിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഏതായാലും ഓപ്പറേഷൻ നുംകോറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാജ്യത്താകമാനമായി നടത്തിയ പരിശോധന ഏതാണ്ട് 50-ലധികം കാറുകൾ ഇതുമായി അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് നികുതി വെട്ടിച്ച് ഇവിടെ വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ര 50-ലധികം കാറുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് 7 പേരെയാണ് ഇതിൽ അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർ വാഹനം കൈമാറിയിട്ടുള്ള മുഴുവൻ പേരിൽ നിന്നും കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാനിൽ നിന്നും ഈ വിവരങ്ങൾ കസ്റ്റംസ് തേടിയത്. ഏതായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം വേണ്ടതുണ്ട് ദുൽഖറിൻ്റെ ഭാഗത്തു നിന്നാണ് കസ്റ്റംസ് ഓഫീസിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മൊഴി പരിശോധിച്ച് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടനിലക്കാരെ അടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിന് ശേഷം ദുൽഖറിനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ദുൽഖറിൻ്റെ വാഹന ശേഖരം പരിശോധിക്കുവാനുള്ള ഒരു നീക്കവും കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.